BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രധാന വാഗ്ദാനങ്ങളൊന്ന് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും എന്നുള്ളതായിരുന്നു. 2014 മുതൽ തന്നെ അത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. മുൻകാലങ്ങളിൽ പ്രകടന പത്രികയിൽ അത് പറയുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിൻ്റെ ഒരു പൈലറ്റ് എപ്പിസോഡ്, അതായത് രണ്ടാം മോദി മന്ത്രിസഭയുടെ കാലത്ത് അവരുടെ ഒരു പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ നിയമം പെട്ടെന്ന് പാർലമെൻറ്റിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ആ നിയമം അവർ ഭരിക്കുന്നത്, BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നടപ്പാക്കും. അതിൻ്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അത് നിയമമായിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഏകീകൃത സിവിൽ കോഡ് അഥവാ ഏക സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നിയമമാക്കിയിരുന്നു. ഉത്തരാഖണ്ഡിൽ നിയമമാക്കിയതിന് തൊട്ടു പിന്നാലെ അതിൻ്റെ ചട്ടങ്ങൾ, നിയമങ്ങൾ രൂപീകരിക്കുന്നതിൽ ഒരു സമവായത്തിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണത്. ഉത്തരാഖണ്ഡ് സർക്കാർ പാസ്സാക്കിയ ഏകീകൃത സിവിൽ കോഡ് നിയമത്തിൻ്റെ നിയമാവലി തയ്യാറാക്കുന്നതിൽ പ്രമുഖ പാർട്ടികൾ, അതായത് BJP, സമാജ്വാദി, ഇത് ഉത്തരാഖണ്ഡിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ശക്തമായ പാർട്ടികളായ BJP, സമാജ്വാദി പാർട്ടി, അസുദ്ദീൻ ഓവൈസിയുടെ AIMIM എന്നിവ ഉൾപ്പെടെ 7 പാർട്ടികൾ ഇതിനെ പിന്തുണച്ചുകൊണ്ട് സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ BSP ഭാഗികമായൊരു പിന്തുണ നൽകിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും അഭിപ്രായങ്ങളൊന്നും പറയാതെ വിട്ടുനിൽക്കുകയും ചെയ്തു. വിട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ അഭിപ്രായങ്ങളൊന്നും തന്നെ അവർ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിൽ പ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വൈകിയതിൻ്റെ കാരണം പുരുഷ സ്ത്രീ തുല്യ അനന്തരാവകാശം, ഇതിലായിരുന്നു ചെറിയ തർക്കം നിലനിന്നിരുന്നത്. ആ തർക്കത്തിന് ഇപ്പോൾ ഒരു സമവായം എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വത്തവകാശം, ബന്ധങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഒരു സമവായത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇത് തന്നെയാണ് ഈ ഏകീകൃത സിവിൽ കോഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു കടമ്പയും. ഏതായാലും ഇത് കൂടാതെ തന്നെ ഗോത്രവർഗ വിഭാഗങ്ങളുമായിട്ടും ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളുമായിട്ടും LGBTQ ആയിട്ടും ഒക്കെയുള്ള ചർച്ചകൾ പല വഴിക്ക് നടക്കുന്നു. അതും ഏതാണ്ടൊക്കെ സമവായത്തിലേക്ക് എത്തിയതായിട്ട് തന്നെയാണ് സൂചന. ഏതായാലും ഈ കേടുപാടുകളൊന്നും തന്നെ ഇല്ല, അതിന് പോരായ്മകളെല്ലാം മാറ്റി ഉത്തരാഖണ്ഡിൽ ആ നിയമം നടപ്പാക്കുകയാണെങ്കിൽ ആ ഒരു സെയിം നിയമം തന്നെ ആയിരിക്കും ഏകീകൃത സിവിൽ കോഡ് എന്ന് പറഞ്ഞ് BJP പാർലമെൻറ്റിൽ രാജ്യത്തിനാകമാനം ബാധകമായ രീതിയിലേക്ക് ആ നിയമമാക്കി മാറ്റുന്നത്. അതിൻ്റെയുള്ള ചർച്ചകളും സമവായങ്ങളുമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 7ഓളം പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ പിന്തുണച്ച് ഇല്ലെങ്കിൽ ആ സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ വാർത്തയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.